തിരുവനന്തപുരം നഗരസഭയുടെ സ്വത്തുക്കളുണ്ട്, കെട്ടിടങ്ങൾ. ഇതിൻ്റെയൊക്കെ വാടകയും പല കാര്യങ്ങളും കുറവാണ് എന്നുള്ളത് നേരത്തെ തന്നെ ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ അതിൻ്റെ കണക്കെടുക്കാനായിട്ട് വി രാജേഷ് തീരുമാനിച്ചിട്ടുണ്ട്. പ്രശാന്തിനി എന്ത് ചെയ്യും? പ്രശാന്തിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. ഇത്രയും നാൾ അവരുടെ ഭരണസമിതി, അതായത് LDFിൻ്റെ CPMൻ്റെ ഭരണസമിതിയായിരുന്നു. അപ്പോൾ മേയറായിട്ട് ആര്യ വന്ന സമയത്തും ഇത് അവരുടെ സ്വന്തം ഭരണസമിതിയാണ്, അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇഷ്ടാനുസരണം ഇതെല്ലാം അനുവദിച്ചു കൊടുത്തു. ഇപ്പോൾ ചില കാര്യങ്ങൾ, ചില കെട്ടിടങ്ങളൊക്കെ ചിലർ മരിച്ചുപോയ ആളുകളുടെ പേരിൽ എടുത്തിട്ടുള്ള ലീസിനെടുത്തിട്ടുള്ള കെട്ടിടങ്ങളുണ്ടാവും. അതുപോലും എന്താണ്, എവിടെയാണ്, ആരുടെ പേരിലാണ് എന്നുള്ളത് അറിയാതെ അത് മറിച്ചു കൊടുത്ത് പണമുണ്ടാക്കുന്ന രീതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളൊക്കെ എവിടെയാണ്, എന്തിൻ്റെയാണ്, ആരെല്ലാം കൃത്യമായിട്ട് വാടക അടക്കുന്നുണ്ട്, ആരെല്ലാം കുടിശ്ശിക വരുത്തുന്നുണ്ട്, ഈ കുടിശ്ശിക വരുത്തുന്നവരുടെ കുടിശ്ശിക തീർക്കാനുള്ള നടപടിക്രമങ്ങളെല്ലാം ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഒരു പക്ഷേ CPMൻ്റെ ആളുകൾക്ക് തന്നെ മറിച്ചു കൊടുത്തത് കൊണ്ടായിരിക്കാം ഇവർ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങളിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്കൊന്നും, ഇതൊക്കെ തിരിച്ചു പിടിക്കണമല്ലോ, ഈ തിരിച്ചു പിടിക്കാനുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാത്തത്. വളരെ തുച്ഛമായിട്ടുള്ള തുകകൾക്ക് ഇത് ലേലത്തിൽ പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് മറിച്ചു കൊടുക്കും. മറിച്ചു കൊടുക്കുമ്പോൾ ഈ ലേലത്തിൽ പിടിച്ചവന് വലിയ കൊള്ള ലാഭമാണ്. അതിപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമല്ല, നമ്മുടെ കേരളത്തിലൊട്ടാകെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെയുള്ള പല കെട്ടിടങ്ങൾ, അവരുടെ സ്വത്തുവകകളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ക്രമക്കേടുകളെല്ലാം നടത്തുന്നുണ്ട്. മാത്രമല്ല ഓരോ വർഷവും 10% വാടക തുക വർദ്ധിപ്പിക്കണം എന്നുള്ളത് കൂടി ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ പാലിക്കുകയും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ശാസ്തമംഗലത്തുള്ള ഇപ്പോഴത്തെ VK പ്രശാന്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇതിലാണല്ലോ പ്രശ്നം തുടങ്ങുന്നത്. കൗൺസിലർ ആയിരിക്കുമ്പോൾ ആയ ശ്രീലേഖ ഇത് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ് ഈ പ്രശ്നത്തിനെല്ലാം തുടക്കം. അപ്പോൾ ഇതിന് പലതരത്തിലുള്ള ന്യായവാദങ്ങളൊക്കെ പറയുന്നുണ്ട് VK പ്രശാന്ത്. താനിരിക്കുമ്പോഴാണ്, അതായത് മാസം 8,000 രൂപ വരെ കോർപ്പറേഷൻ വാടക നൽകേണ്ടതാണ്, ഈ സംവിധാനമൊക്കെ കൊണ്ടുവന്നത് താൻ മേയറായിരിക്കുന്ന ഭരണസമിതിയാണ്. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഏത് രീതിയിലുള്ളതാണ് എന്നുണ്ടെങ്കിലും VK പ്രശാന്ത് ഇത് ഒഴിഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് മര്യാദ. ഒരു MLA ഓഫീസിൻ്റെ ഉള്ളിലൂടെ കടന്നു പോയി കൗൺസിലറുടെ ഓഫീസിലിരിക്കുന്ന സംവിധാനത്തിലേക്കാണ് ഇവർ കാര്യങ്ങൾ ചെയ്തത്. കാരണം അവിടെ ഇപ്പം അടക്കി വാഴ്ന്നുകൊണ്ടിരുന്നത് VK പ്രശാന്ത് പറയുന്നുണ്ട്, ഞാനിവിടെ ഇരിക്കുന്നത് വെറുതെ ഒന്നുമല്ല, ശാസ്തമംഗലത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അയാൾ അവിടെ ഇരുന്നോട്ടെ, അയാൾക്ക് അവിടെ എന്നല്ല എവിടെ വേണേലും ഇരിക്കല്ലേ. MLAക്ക് വേണ്ടി തന്നെ ഓരോ ഓഫീസുണ്ട്, ആ ഓഫീസ് ഉപയോഗിക്കുന്നില്ല. ഇനി സ്വന്തമായി മറ്റൊരു കെട്ടിടം വാടകയ്ക്കെടുത്ത്, കുറച്ചുകൂടെ സൗകര്യങ്ങളുള്ള ഒരു കെട്ടിടം വാടകയ്ക്കെടുത്ത് മാറാലോ. ഈ 350 സ്ക്വയർ ഫീറ്റുള്ള ഒരു കെട്ടിടത്തിൻ്റെ ഒരു ഭാഗത്തിനെ കുറിച്ചാണ് ഈ തർക്കം. ഈ കെട്ടിടത്തിൻ്റെ ഭാഗം 350 വേണ്ട, 1000 സ്ക്വയർ ഫീറ്റുള്ളതോ അല്ലെങ്കിൽ കുറഞ്ഞത് 800 സ്ക്വയർ ഫീറ്റുള്ള ഒരു കെട്ടിടം എടുത്തിട്ട് ഒരു മുറി വാടകയ്ക്കെടുത്ത് സ്വസ്ഥമായിട്ട് ഭരിക്കട്ടെ. ജനങ്ങളുടെ ആവശ്യങ്ങളും പരാതികളും അതിൻ്റെ പരിഹാരങ്ങളും എല്ലാം അവിടെ ഇരുന്ന് ചെയ്യട്ടെ. അത് മറിച്ച് 872 രൂപ വെറും തുച്ഛമായ വാടകയ്ക്ക് ഇത് എടുത്തിട്ട് 80,000 രൂപ ഇതിന് വേണ്ടിയിട്ട് സർക്കാരിൽ നിന്ന് കൈപ്പറ്റുന്ന ഒരു MLAക്ക് 872 രൂപ, 17 ലക്ഷം രൂപയാണ് ഈ 5 വർഷം കൊണ്ട് ഈ മഹാൻ വെട്ടിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വെട്ടിച്ചത് തന്നെയാണല്ലോ. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അത്രയും രൂപ വാടകയ്ക്ക് കൃത്യമായൊരു ഓഫീസുണ്ട്, അതിലൊന്നും ഇരിക്കാതെ വെറും 875 രൂപ ലേലം വിളിച്ച് അല്ലെങ്കിൽ അതിൻ്റെ വാടക ചീട്ട് എഴുതി ആ ഒരു കെട്ടിട ഭാഗം വാടക എടുക്കേണ്ട ആവശ്യമില്ല VK പ്രശാന്തിന്. അത് ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒഴിഞ്ഞു തരാം, എനിക്ക് ഒരു മാസം കൂടി തരണം അല്ലെങ്കിൽ കുറച്ച് ദിവസം തരണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതൊരു മര്യാദയാണ്. അത് മാറാതിരിക്കുന്നത് വഴിയാണ് ഇപ്പോൾ ഇവരുടെ തലയിലേക്ക് ഇത്രയും വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇനിയിപ്പോൾ VV രാജേഷ് മേയറായിരിക്കെ VV രാജേഷ് ഇന്നു മുതൽ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ, അതായത് കോർപ്പറേഷന് എത്ര കെട്ടിടങ്ങളുണ്ട്, അതിൽ വാടക കിട്ടുന്നത് എത്രയാണ്, വാടക കിട്ടാത്തത് എത്രയാണ്, എത്ര പേർ കൃത്യമായ രീതിയിൽ ഇത് ലേലത്തിൽ എടുത്തിട്ടുണ്ട്, ഈ ലേലത്തിൽ എടുത്തവർ തന്നെയാണ് ഈ കെട്ടിടങ്ങളിലെ ഉടമസ്ഥർ ഇപ്പോഴായിട്ടുള്ളത് എന്നുള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും കണക്കെടുക്കാൻ പോവുകയാണ്. അപ്പോൾ കണക്കെടുക്കുമ്പോൾ സ്വാഭാവികമായി അത് CPMും BJPയും തമ്മിലുള്ള വലിയൊരു ഏറ്റുമുട്ടലിലേക്ക് പോകുമെന്നുള്ളതിൽ വലിയ തർക്കമൊന്നും വേണ്ട. ഒന്നാമത് VV രാജേഷിൻ്റെ നേതൃത്വത്തിൽ അവിടെ BJP ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ തന്നെ ഇവർ രണ്ടും കൽപ്പിച്ചാണ് ഇരിക്കുന്നത്. കാരണം ഇനി മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഇങ്ങോട്ടേക്കായിരിക്കും ശ്രദ്ധ. കാരണം തിരുവനന്തപുരത്ത് എന്തൊരു ഇലയനങ്ങിയാലും വലിയ വാർത്തയാക്കി
ഇതാക്കി കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മളിത് കണ്ടതാണ്. വി രാജേഷ് ഒഴിയേണ്ടതിൻ്റെ ആവശ്യകതയും അതിലെ നീതിയോ ന്യായമോ ഒന്നിനെ കുറിച്ചിട്ടും ഇവരാരും സംസാരിക്കുന്നില്ല. മറിച്ച് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രീലേഖ പറഞ്ഞു, ഇത് ഒഴിയാൻ പറഞ്ഞു എന്നുള്ളതിനെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഈ മാധ്യമങ്ങൾക്ക് ഇതേക്കുറിച്ച് സംസാരിക്കാൻ പറ്റാതെ പോകുന്നത്? മാധ്യമങ്ങൾ പക്ഷം ചേർന്ന് തന്നെയല്ലേ, അതായത് കൃത്യമായിട്ട് CPM-ൻ്റെ പക്ഷം ചേർന്ന് തന്നെയാണ് ഈ മാധ്യമങ്ങൾ ഒന്നടങ്കം ഈ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഒരാൾ ഒഴിയാൻ പറഞ്ഞു എന്നുണ്ടെങ്കിൽ അത് ശ്രീലേഖ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സഹോദരനെ പോലെയാണ് കാണുന്നത്, അല്ലെങ്കിൽ എനിക്ക് അത്രയും അടുപ്പമുള്ള ചെറിയ കുട്ടിയാണ് എന്നാണ് പറഞ്ഞിട്ടാണ് അഭിസംബോധന ചെയ്തിട്ട് VK പ്രശാന്തിൻ്റെ ഓഫീസിൽ വന്നിട്ട് തന്നെ പറയുന്നുണ്ട്, ഇതിൽ പ്രശ്നമൊന്നുമില്ല, ഞാൻ വളരെ സോഫ്റ്റായിട്ട് പറഞ്ഞതാണ്, ഒഴിയേണ്ടതുണ്ട്, എനിക്കിവിടെ ഒരു ഓഫീസുണ്ട്. അപ്പോൾ കൗൺസിലർക്ക് കിട്ടുന്ന ഓണറേറിയ എത്രയാണെന്നുള്ളത് നമുക്കറിയാം. കൗൺസിലർക്ക് കിട്ടുന്ന ഓണറേറിയത്തിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു 0 കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ VK പ്രശാന്തിന് കിട്ടുന്നതായില്ലേ. അപ്പോൾ ആ ഒരു വലിയ വ്യത്യാസം ഇവർ തമ്മിലുള്ള ഇവർക്ക് കിട്ടുന്ന ഈ ഓണറേറിയത്തിന് ഉണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ശ്രീലേഖ വന്ന VK പ്രശാന്തിനെ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അത് അവരുടെ, അതായത് ശ്രീലേഖ എന്ന് പറയുന്ന അവരുടെ BJP നേതാവിൻ്റെ, ഇപ്പോൾ BJPയുടെ നേതാവ് കൂടിയാണല്ലോ, അപ്പോൾ ആ നേതാവിൻ്റെ ഒരു മര്യാദയാണ്. പക്ഷേ ആ മര്യാദ VK പ്രശാന്ത് കാണിച്ചു. അതിനിടയിൽ VK പ്രശാന്തിനോട് K ശബരിനാഥൻ ആവശ്യപ്പെടുന്നു, മര്യാദയുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാറിക്കൊടുക്കുന്നതാണ് നല്ലത്. അതിനിടയിൽ ചില രാഷ്ട്രീയം കളിക്കാനുള്ള നീക്കമുണ്ട്. അപ്പോഴും VK പ്രശാന്ത് പറയുന്നുണ്ട് കൃത്യമായിട്ട്, അങ്ങനെ ശബരിനാഥൻ ഒന്നും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. ശബരിനാഥനൊക്കെ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മേയറായിരുന്നിട്ടുള്ള ഒരാൾക്ക് അവിടെ എന്താണ് സംഭവിക്കേണ്ടത്, ആരാണ് അവിടെ ആ റൂമിൽ നിൽക്കേണ്ടത്, ഇതൊക്കെ കൃത്യമായിട്ട് അറിയാമല്ലോ. അതൊന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളല്ല. അപ്പോൾ കൃത്യമായിട്ട് BJP ഭരണസമിതി വരുമ്പോൾ അവർ കൃത്യമായ അതിൻ്റെ കണക്കെടുപ്പും കാര്യങ്ങളുമായിട്ട് പോകുമ്പോൾ അതിൽ VK പ്രശാന്തിന് ഏതെങ്കിലും തരത്തിലൊരു തട്ടുകേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ കൃത്യമായൊരു രീതിയിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ്, അപ്പോൾ VK പ്രശാന്ത് അവിടെ നിന്ന് ഒഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് VK പ്രശാന്തിനും CPM-നും ഏൽക്കുന്ന കനത്ത നാണക്കേട് തന്നെയായിരിക്കും. കാരണം നാണം കെട്ടി നാറി ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് എത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഗുരുതരമായിട്ടുള്ള പിഴവുകളൊക്കെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ആസ്തി വകകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടത്തുമ്പോൾ ഗുരുതരമായിട്ടുള്ള പിഴവുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വാടകയ്ക്ക് നൽകിയിട്ടുള്ള മുഴുവൻ കെട്ടിടങ്ങളുടെയും തറ വിസ്തീർണം ഉൾപ്പെടെയാണ് അന്വേഷിക്കാനായിട്ട്, ഉൾപ്പെടെ വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് ഇപ്പോൾ VV രാജേഷ് സെക്രട്ടറിക്ക്, കോർപ്പറേഷൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയെന്നാണ് പറയുന്നത്. ധനകാര്യ സ്ഥിര സമിതിയാണ് കടമുറികൾ ഉൾപ്പെടെയുള്ള കോർപ്പറേഷൻ്റെ ആസ്തികൾക്ക് വാടക നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇത് കൗൺസിൽ അംഗീകരിച്ച ശേഷം ലേല നടപടികളിലേക്ക് പോകുന്നതാണ് പൊതുവായിട്ടൊരു നടപടി. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് പാളയം കണ്ണിമേറ മാർക്കറ്റ്, പൂജപ്പുര മൈതാനത്തിന് ചുറ്റുമുള്ള തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെ കെട്ടിടങ്ങൾ വർഷങ്ങളായിട്ട് ചില വ്യക്തികൾ കൈവശം വെച്ചിട്ടുണ്ട്. അവർക്ക് എന്തോ അട്ടിപ്പേർ അവകാശം അതിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, അപ്പോൾ ഈ കൈവശം വെച്ചിരിക്കുന്ന വ്യക്തികൾ ആരാണെന്ന് അന്വേഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിൽ CPM നേതാക്കളായിരിക്കും എന്നുള്ളതിൽ യാതൊരു ആക്ഷേപവും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇവിടങ്ങളിലെ ചില കടമുറികളും തിരുമല ഷോപ്പിംഗ് കോംപ്ലക്സ്, പേരൂർക്കട ഉൾപ്പെടെയുള്ള മാർക്കറ്റുകൾ എന്നിവിടങ്ങളിലെ കടമുറികളിലും കച്ചവടം നടത്തുന്നത് കോർപ്പറേഷനുമായിട്ട് കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള വ്യക്തികളല്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് ഇതിനകം തന്നെ. കോർപ്പറേഷൻ നൽകുന്ന വാടകയുടെ 5-6 ഇരട്ടി തുകയ്ക്ക് മറ്റു വാടകയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് നടത്തിയിട്ടുള്ള ഒരു അന്വേഷണത്തിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ കരാർ കാലാവധിക്കിടെ കെട്ടിടം ഉപയോഗിച്ചിട്ടില്ല എന്ന് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സമയത്തെ വാടക ഒഴിവാക്കുന്ന രീതി കോർപ്പറേഷനിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ മറവിൽ കെട്ടിടങ്ങളും പാർക്കിംഗ് സ്ഥലങ്ങളും ലേലത്തിൽ പിടിച്ചിട്ടുള്ള ചിലർക്ക് വ്യാപകമായിട്ട് ഇളവ് നൽകി എന്നുകൂടി കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസ് പ്രവർത്തിക്കുന്ന ശാസ്തമംഗലത്തെ കെട്ടിടത്തിനെ ചൊല്ലിയാണ് ഇപ്പോഴുള്ള ഈ വിവാദം നടക്കുന്നത്. അത് എത്തി നിൽക്കുന്നത് വലിയൊരു ഏറ്റുമുട്ടലിലേക്കാണ്. അതായത് ആശയപരമായിട്ടോ അല്ലെങ്കിൽ ഭരണപരമായിട്ടോ ഉള്ള ഒരു പ്രദേശത്തെയാണ്, അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ മാത്രം ബാധിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ, പക്ഷേ ഇതിപ്പോൾ കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. അത് CPM-ൻ്റെ ഈ കൊമ്പുകുലുക്കൽ കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ള ഒരു വിഷയമാണ്. സ്വാഭാവികമായും ഒരു ഭരണസമിതി
ചുമതല ഏൽക്കുമ്പോഴുണ്ടാകുന്ന പുതിയതായിട്ട് അവർ നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചട്ടപ്പടി അവർ നടത്തുകയും ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് സംഭവിക്കാൻ പോകുന്നത് ഒരു പക്ഷേ സ്വാഭാവികമായിട്ടും VK പ്രശാന്ത് എന്ന് പറയുന്ന MLA ഇതുവരെയും ഈ പറയുന്ന വളരെ സൗമ്യനാണ്, ആദർശധീരനാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു MLA ഈ മുഷ്ടി കാണിച്ചുകൊണ്ട് ഒരു മുരട്ട് സ്വഭാവമുള്ള ആളാണ് എന്ന് തെളിയിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ അവിടെ നിന്ന് നാണം കെട്ട് ഇറങ്ങിപ്പോരേണ്ടി വരുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് ചാനലിന് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. സഹായം വേണ്ടത് വളരെ നിസ്സാരമായൊരു സഹായമാണ്. നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുമ്പോൾ ഇന്ത്യ ലൈവ് എന്നുള്ളതിൻ്റെ IND എന്നുള്ള ആ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ബാർ തെളിഞ്ഞു വരും. അതിലൊന്ന് വിരലമർത്തി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ദയവായി നിങ്ങളുടെ സഹായം ഇന്ത്യ ലൈവിന് തുടർന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.